ഇത് രണ്ടും കേട്ടോ, ഇത് രണ്ടാണ്. ഒന്ന് നമ്മളെ മത്തിയാണ്, ഒന്ന് ഹിൽസ എന്ന ഫിഷാണ്. മത്തിൻ്റെ വലുപ്പം ഈ മീനിൻ്റെ വലുപ്പം കൂടെ രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ അതിന് ഈ ഒരു മീനിന് ചില സമയങ്ങളിൽ 3500 മുതൽ 2500 രൂപയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് 1.5 വരുന്ന ഒരു ഫിഷാണിത്. 1.5 വരുന്ന ഫിഷ് ബംഗ്ലാദേശിൻ്റെ ഫിഷാണെന്നുണ്ടെങ്കിൽ 3500 മുതൽ അതിൻ്റെ മുകളിൽ ഉണ്ടാവാറുണ്ട്. അതായത് 2500ൻ്റെ മുകളിൽ എന്തായാലും വില വരാറുണ്ട്. അതല്ല, ഇന്ത്യൻ്റെ കൊൽക്കത്തയിൽ നിന്ന് വരുന്ന ഫിഷാണെന്നുണ്ടെങ്കിൽ 2000, 1900, 1800 രൂപയൊക്കെ വില ഉണ്ടാവാറുണ്ട്. ഇത് ബംഗ്ലാദേശിൻ്റെ ഫിഷാണെന്നുണ്ടെങ്കിൽ 3500ൻ്റെ മുകളിലേക്ക് റേറ്റ് ഉണ്ടാവാറുണ്ട്. നല്ല ഡിമാൻഡാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കടലിലുണ്ടാവും, പുഴയിലുണ്ടാവും. അതായത് ഇതിൻ്റെ ഒരു സ്റ്റോറിനുണ്ട്, സ്റ്റോറി നെറ്റിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ഇൻസഫിഷ്യൻ്റ് സ്റ്റോറി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനത്തെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിന് മുമ്പ് ഈ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ കിട്ടുമ്പോൾ വട്ടമത്തിയാണ്, ചാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നത്, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. കളിയാക്കിക്കോട്ടെ, നോ പ്രോബ്ലം. അതിൻ്റെ കൂടെ തന്നെ എന്തോ നല്ലോണം തെറിക്കാൻ പറ്റി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫിഷിനെ പറ്റി ഒന്നും അറിയില്ലാറുണ്ട്. ഫിഷിനെ പറ്റി എനിക്ക് അത്ര ഒന്നും അറിയില്ലെങ്കിലും അറിയാവുന്ന കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടുള്ളത്. അറിയാവുന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തരാറുണ്ട്. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കരുത്, ഞാൻ കണ്ടത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ എനിക്കറിയാവുന്നത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കരുത്. അപ്പം അതല്ല, ഈ ഒരു മീനിൻ്റെ പേര് ഹിൽസ എന്നാണ്. ഹിലീസ് എന്നൊക്കെ പറയുന്ന ഫിഷാണ്. ബംഗ്ലാദേശ് പിന്നെ കൊൽക്കത്തക്കാരെ ഒരു ഇമോഷണൽ ഫിഷാണത്. അവരൊരു ഫേവറേറ്റ് ഫിഷാണ്. അവർ എന്ത് ഫംഗ്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ ഒരു ഫിഷ് അവർ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യാറുണ്ടാവും. അവരെ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഷ് അവർക്ക് കൊടുക്കാൻ അവർക്ക് ഭയങ്കര താല്പര്യമുള്ള മീനാണ്. നമ്മളെ കേരളക്കര തന്നെയാണ് അവർ. എന്താ പറയുക, സർക്കാർ പേരാണ്. എന്തെങ്കിലും ആരെങ്കിലൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫിഷ് കൊടുക്കാറുണ്ട് അവർ. എനിക്ക് തോന്നുന്നത് ഈ കൊൽക്കത്തക്കാർ കാര്യമായിട്ട് ക്യാഷ് ഉണ്ടാക്കിയത് അവർ എന്താ പറയുക, ക്യാഷ് എത്ര അവർ സൂക്ഷിച്ച് വെച്ചാലും ഈ ഒരു ഫിഷ് കണ്ട് അവർ എന്ത് ചെയ്യുന്നത്, ക്യാഷൊക്കെ അവർ മറന്നിട്ട് ഈ ഒരു ഫിഷ് വാങ്ങിയിട്ട് കഴിക്കുന്ന ആളുകളാണ് കൊൽക്കത്തയുള്ള ആളുകൾ. ഫിഷിൻ്റെ കാര്യത്തിൽ എന്താ ഇല്ല, അവർ നോക്കാറില്ല. ഫിഷ് അവർ ഈ ഒരു ഫിഷിന് എത്ര ക്യാഷ് എന്ത് ചെയ്യും, വാങ്ങും. അതായത് എപ്പോഴും വാങ്ങുന്നല്ല പറഞ്ഞത്, വല്ലപ്പോഴും. അവരൊരു ഡ്രീമാണ്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം 1-2 തവണ ഈ ഒരു ഫിഷ് കഴിക്കണം എന്നുള്ളത്. ഒരു വർഷത്തിൽ 1-2 തവണ ഈ ഫിഷ് കഴിക്കുന്ന അവരുടെ ആഗ്രഹമാണ്. മാത്രമല്ല, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ്റെ ഒരാഴ്ച മുമ്പൊക്കെ നമുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ട് അവർ വെക്കാറുണ്ട്. മെയിൻ ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് ഈ ഒരു മീന് ഭയങ്കര ഡിമാൻഡായിരിക്കും. മീൻ നമുക്ക് കിട്ടാണ്ടാവാറില്ല. കാരണം ഈ ഒരു മീന് ഫ്രോസൺ ഫിഷ് ഉണ്ടാവാറുള്ളത്. ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, ഈ ഒരു മീൻ എത്ര ഫ്രോസൺ ആണെങ്കിലും ഈ ഒരു മീനിൻ്റെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു മീനിൻ്റെ ടേസ്റ്റ് അങ്ങനത്തെ ടേസ്റ്റാണ്. ഈ ഒരു മീനിൻ്റെ ടേസ്റ്റ് അങ്ങനത്തെ ടേസ്റ്റാണ്. ഇത് ഫ്രോസൺ അല്ല, ഫ്രഷാണ്. ഫ്രോസൺ ആണെന്ന് ഇതേപോലെ എന്ത് ഉണ്ടാവില്ല, ബ്ലഡ് വരില്ല. ബ്ലഡൊക്കെ എന്തുണ്ടാവും, കട്ടായിട്ടുണ്ടാവും. നല്ല ഫ്രഷ് ഫിഷാണ്. തുറക്കൂത്തോടെ സ്കോപ്പിട്ടാൾ തുറക്കൂത്തോടെ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫിഷിൻ്റെ അടുത്ത പ്രത്യേകത, ഈ ഒരു ഫിഷിൻ്റെ ഓയിലാണ് ഇത് കാണുന്നത്. ഈ ഫിഷിൻ്റെ ഉള്ളത്തെ വരുന്ന പാഴ്സലാണ്, ലിവറാണ് വരുന്നത്. ഇതിന് മാരക ടേസ്റ്റാണ്. ഈ ഒരു സാധനത്തിന് സൂപ്പർ ഈ ഒരു പീസിന് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ആളുകൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഫിഷ് കട്ട് ചെയ്യാറുണ്ട്. അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഫിഷ്. അതേപോലെ തന്നെ ഈ ഒരു ഫിഷിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റുള്ളൊരു പോർഷൻ വരുന്നത് ഇതിൻ്റെ ഈ ഒരു അടിഭാഗം വരുന്നുണ്ടല്ലോ. ഈ ഒരു അടിഭാഗത്താണ് ഈ ഒരു ഭാഗത്താണ് ഫിഷ്, ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റായി ഈ ഒരു ഫിഷ് വരുന്നത്. നല്ല ടേസ്റ്റുള്ള ഫിഷ് തന്നെയാണ് കിട്ടിയത്. ഒഴിവാക്കിയത് ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് കഴിച്ചു നോക്കണം. ഞാൻ ആദ്യം ഇത് ബംഗാളികൾ കഴിക്കുന്ന ഫിഷല്ലെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അത്ര സംഭവിക്കുന്നത് കണ്ടില്ലായിരുന്നു. പിന്നെ ഒരു തവണ ഒരു കസ്റ്റമർക്ക് ഫിഷ് കട്ട് ചെയ്ത് കസ്റ്റമർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ പിന്നെ വന്നില്ല. നമ്മുടെ ഷോപ്പ് നേരെ സിഗ്നൽ തന്നെയാണ്. അപ്പോൾ കസ്റ്റമർ വന്നില്ല, മറ്റേ ലൈറ്റ് നേരിട്ട്. അങ്ങനെ ആ മീൻ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് എനിക്കൊരു ഫിഷ് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇട്ടുണ്ടായിരുന്നത്. സൂപ്പർ, ഒന്നും പറയാത്ത ഫിഷാണ്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാനുള്ളൊരു കാരണം, ഈ ഒരു ഫിഷിൻ്റെ ഇത് അങ്ങനത്തെ ടേസ്റ്റ് അങ്ങനത്തെ ടേസ്റ്റ് ആയതുകൊണ്ടാണ്. ഒരുപാട് ഹെൽത്തി ഉണ്ട് ഇതിനകത്ത്, ഒരുപാട് ഹെൽത്തി ഫിഷാണ്. ഈ ഒരു ഫിഷിൻ്റെ ഇത് കണ്ട, ഇത് ഇപ്പോൾ നല്ല റെഡ് കളറായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ബ്ലഡിലുകൊണ്ടാണ് നല്ല റെഡ് കളറായിട്ട് നിൽക്കുന്നത്. വാഷ് ചെയ്യുമ്പോൾ എന്താ, അത് വൈറ്റ്, ഉള്ളിൽ നല്ല വൈറ്റ് കളറായിരിക്കും. ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഉള്ളിൽ നല്ല വെള്ള കളറിൽ നിൽക്കും. എത്രത്തോളം ഇതിൻ്റെ ഉള്ളിലുണ്ടാവും അത്രത്തോളം എന്തുണ്ടാവും, ഫിഷിന് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. मछली एकदम सुपर बालू जानतो टेस्ट आहे टाका कमी अशी टाका अशी पहले असे 2400 টাকা अशी 2400 টাকা अभी टाका कमी असे